മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായി മാത്യു കുഴൽനാടൻ കൊടുത്ത വിജിലൻസ് കേസ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രന്റെ ബെഞ്ചാണ് ഈ സുപ്രധാനമായ തീരുമാനം എടുത്തത്. ഈ മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയൻ, അവർക്ക് സ്വന്തമായി എക്സാലോജിക് എന്ന ഒരു കമ്പനിയുണ്ട്, രജിസ്റ്റേർഡ് കമ്പനിയാണ്. ആ കമ്പനിയിലേക്ക് 1,72,00,000 രൂപ CMRL എന്ന് പറഞ്ഞാൽ കൊച്ചിൻ മിനറൽസ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനി ഒരു സേവനവും ചെയ്യാതെ 1,72,00,000 പല മാസങ്ങളിലായി കൊടുത്തു. ആ കമ്പനിക്ക് കൊടുക്കാൻ കാരണം മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പം, അദ്ദേഹത്തിൻ്റെ ചില സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളൊക്കെ കമ്പനിക്ക് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തതെന്നാണ് ആരോപണം. ഇതിനെ സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ, കോൺഗ്രസിലെ MLA, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഒരു സേവനവും ചെയ്യാതെ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക്, അത് ലിമിറ്റഡ് കമ്പനിയാണ്, ആ കമ്പനിക്ക് കൊച്ചിൻ CMRL എന്ന് പറഞ്ഞാൽ കൊച്ചിൻ മിനറൽസ് റൂട്ടൈൽ ലിമിറ്റഡ്, അവര് പല തവണകളായിട്ട് 2017 മുതൽ 2022 ഇടയ്ക്ക് അവർ 1,72,00,000 രൂപ കൊടുത്തു എന്നാണ്. ഇത് അഴിമതിയാണ്, അല്ലെങ്കിൽ അഴിമതിക്ക് മുഖ്യമന്ത്രിയുടെ സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ട് മകൾക്ക് പണം കൊടുത്തു എന്നാണ്. എന്നാൽ അവരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള SFIO അവരാണ് ഈ കേസ് നോക്കുന്നത്, അന്വേഷിക്കുന്നത്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഈ പണം വന്നതിൻ്റെ ടാക്സുകളെല്ലാം കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് കമ്പനികൾ, എക്സാലോജിക്കും അതുപോലെ CMRലും, അത് ലിമിറ്റഡ് കമ്പനികളാണ്. ആ കമ്പനികൾ തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല, അവർ തമ്മിൽ തർക്കമില്ല. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് പൈസ കിട്ടാനുള്ള എന്നെ പറ്റിച്ചു എന്ന് അവർക്ക് രണ്ടുപേർക്കും കംപ്ലൈൻ്റ് ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് പണം കൊടുക്കുന്നത് സേവനം വേണമെന്ന് നിർബന്ധമില്ല. ഒരു സർവീസും ചെയ്യാതെ വാങ്ങിച്ചു, അതൊരു ആരോപണമായിട്ട് കണക്കാക്കാനേ കഴിയില്ല. അത് ഒരു കമ്പനിയുടെ ഇഷ്ടം, അല്ലെ എൻ്റെ ഇഷ്ടം, അല്ലെ ഒരു വ്യക്തിയുടെ ഇഷ്ടം. ഞാൻ ചുമ്മാ എല്ലാ മാസവും എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിക്ക് മാസം 50 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് പറയാൻ ഒക്കില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫൻസ് വന്നെങ്കിൽ മാത്രം ആലോചിക്കേണ്ട വിഷയമേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണം വളരെ കൃത്യമായിരുന്നു. നേരത്തെ എന്നെപ്പോലുള്ളവർ പറഞ്ഞ് ഈ കേസ് നിലനിൽക്കത്തില്ല, നമുക്കൊരു വിജിലൻസ് കോടതി ഒരു കേസുണ്ട്, വിജിലൻസ് ആക്ഷനകത്ത് കൃത്യമായിട്ട് അഴിമതി നടത്തണം. അഴിമതി നടന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഡിമാൻഡെങ്കിലും വേണം, എങ്കിൽ മാത്രമേ ആ കേസ് നിൽക്കുള്ളൂ. ഇവിടെ ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഇടപാടിന് അവരിൽ ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ കേസ് നിൽക്കുകയുള്ളൂ. വെളിയിലുള്ള ആൾക്കാർക്ക് എന്നത്തെ എന്താ കാര്യം ഇരിക്കുന്നത്? അതുകൊണ്ട് അത് കേസ് നിലനിൽക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2017-2020 ഇടയ്ക്കാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ആ CMRലിൻ്റെ അതിൻ്റെ ഡയറക്ടർ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല, അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്, മന്ത്രിക്കും പൈസ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന് പൈസ കൊടുത്തിട്ടുണ്ട്, പല കോൺഗ്രസ്സുകാർക്കും കൊടുത്തിട്ടുണ്ട്. അത് ആ കമ്പനി അവർക്കൊക്കെ പൊളിറ്റിക്കലായിട്ട് ആവശ്യം വരുമ്പം രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്ന ആ ഒരു കെയർ ഓഫിൽ കൊടുക്കുന്നതാണ്. അത് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ മന്ത്രിക്കും മുഹമ്മദ് റിയാസിനും മരുമകനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവാണ്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ പ്രൈവറ്റ് ഓർഗനൈസേഷനൊക്കെ ഈ CMRൽ പണം കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ SFIO കൂട്ടി നോക്കിയപ്പോൾ 180 കോടിയോളം വരുന്നുണ്ട് പല വർഷങ്ങളിൽ. കഴിഞ്ഞ 10-12 വർഷത്തെ അവരുടെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ 180 കോടി രൂപ, 182 കോടി രൂപ കൊടുത്തിരിക്കുന്നു. അക്കൂടെയാണ് 1.72, 1.72, 1,72,00,000 രൂപ വീണ വിജയനും കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിക്കുന്ന കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി കൊടുത്തപ്പോൾ മാത്യു കുഴൽനാടൻ കൊടുത്ത കേസ് ഈ കോടതി തള്ളി.
അതിന് അദ്ദേഹം ഒരു അപ്പീൽ ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി അത് പരിശോധിച്ച ശേഷം ആ കേസ് തള്ളി, അവിടെ റിജക്റ്റ് ചെയ്തു. ആ തീരുമാനത്തിനെതിരായിട്ടാണ് മാത്യു കുഴൽനാടൻ MLA സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് അതിനകത്ത് ആ പെറ്റീഷൻ തള്ളി എന്നാണ് മനസ്സിലാകുന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനും വളരെ കർക്കശമായിട്ട് അത് നോക്കിയിട്ടുണ്ടാവണം. കാരണം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷനകത്ത് ഇൻകം ടാക്സിനോ കാര്യമില്ല. അതിൽ നിന്നുള്ള വരുമാനം ആര് കൈപ്പറ്റി, അല്ലെങ്കിൽ കൂടുതൽ തുക ആര് കൈപ്പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ 12 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കണം. GST എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ GST കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ വിജയനെതിരായിട്ടുള്ള ഒഫൻസ് നിലനിൽക്കില്ല. അത് അന്ന് തുടക്കത്തിലേ അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഇപ്പം സുപ്രീം കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു, അവരുടെ വാദഗതികൾ. അതുകൊണ്ട് നിയമപരമായി വീണ വിജയനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പുകമറയൊന്നും സൃഷ്ടിക്കാനായിട്ട് നിയമപരമായിട്ട് നോക്കിയാൽ കഴിയത്തില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ചാട്ടങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവാം. എങ്കിലും മാത്യു കുഴൽനാടൻ്റെ ആ നീക്കം കുറേ വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ്. ഇനി അത് പര്യവസാനിച്ചിരിക്കുന്നു. അതിനകത്ത് ഇനി ഒരു നടപടിയും ഉണ്ടാകില്ല എന്നാണ് കാണുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി കുറേ അധികം കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അതിൻ്റെ പര്യവസാനമായിരിക്കുന്നു. ഇനി ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ MLAക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആണ് ഞാൻ കരുതുന്നത്.